ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ലവോദിക്ക എന്നുള്ളത് ഏറ്റവും ധനികമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു. പണം, ബിസിനസ്, ബാങ്ക്, മെഡിക്കൽ കോളേജുകള്, വിലയേറിയ വസ്ത്രങ്ങള് എന്നിവയൊക്കെ ഉണ്ടായിരുന്ന ബിസിനസ്സുകൾ ധാരാളമായി നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ലവോദിക്ക എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ആത്മീയമായി മരിച്ച നഗരവുമായിരുന്നു. അവർ തങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാതെ ജീവിച്ചു പോരുന്ന ഒരു കൂട്ടം ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർ പൊതുവെ അവർക്ക് വേണ്ടുന്ന ഈ ലോകത്തിൽ വേണ്ടുന്ന എല്ലാ ധനമാനങ്ങളും ഉണ്ടായപ്പോൾ അവർ ചിന്തിച്ചിരുന്നത് ഞങ്ങൾ ഏറ്റവും ശക്തിയുള്ളവരാണ് എന്നാണ്. ആ ഒരു സഭയിലേക്കാണ് യേശുക്രിസ്തു ഈ ഒരു ദൂത് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നത്. ആമേൻ എന്നുള്ളവൻ, ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സത്യം, അതായത് യേശുക്രിസ്തുവിന്റെ പേര്. ആ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു 100% സത്യമാണ്, 100% വിശ്വസ്തമാണ്, 100% മാറ്റമില്ലാത്തവനാണ്. അതാണ് ആമേൻ എന്നുള്ള വാക്കിനർത്ഥം. ആമേൻ എന്നുള്ളവന് അരുളി ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ പേരാണ് ആമേൻ എന്നുള്ളത്. ആ സർവഗുണങ്ങളും തികഞ്ഞ യേശുക്രിസ്തുവാണ് ആമേൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ച് തീർന്ന് കഴിഞ്ഞിട്ട് ആമേൻ, അങ്ങനെ തന്നെ യേശുക്രിസ്തുവിന്റെ ഒപ്പം അവിടെ ഇടുകയാണ്. ആ പേരെഴുതി പേരിന്റെ ഒപ്പം അവിടെ ഇടുകയാണ്. ആമേൻ, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി. യേശു തന്റെ സ്വഭാവം തന്നെ അവിടെ പരിചയപ്പെടുത്തുന്നു. വിശ്വസ്തനാണ്. യേശുവിൽ യാതൊരു കള്ളത്തരവുമില്ല. നമ്മൾ ഇത്രയും പഠിച്ചു വന്നപ്പോഴും നമ്മൾ അനുഭവിച്ചറിഞ്ഞപ്പോഴും നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, യേശു സത്യവാനാണ്. മനുഷ്യന്റെയൊക്കെ സെൽഫ് ഒപ്പീനിയനുകളെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ യേശുവിന്റെ അഭിപ്രായം ആണ് നമ്മൾ സ്വീകരിക്കേണ്ടുന്നത്. അതാണ് സത്യമുള്ളത്. സ്വയം പ്രശംസിക്കുന്ന വ്യക്തികളായിരുന്നു. അതായത് ഈ സ്വയം പൊങ്ങികളെന്ന് പറയത്തില്ലേ, അവർ എന്തൊക്കെയോ വലിയ ആൾക്കാരാണ്, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ഈ ലവോദിക്ക സഭയിൽ ഉണ്ടായിരുന്നത്. അവിടെ യേശു ഒരു മിറർ കാണിക്കുകയാണ്. നിങ്ങളല്ല സത്യവാൻ, നിങ്ങളല്ല എല്ലാം തികഞ്ഞവർ, നിങ്ങൾ എന്നെ നോക്കൂ, ഞാനാണ് വിശ്വസ്തനും സത്യവാനും. ക്രിസ്തു അങ്ങനെ അരുളി ചെയ്യുകയാണ്. സഭയുടെ മൊത്തത്തിലുള്ള ഒരു ചുറ്റുപാട് നമ്മൾ മനസ്സിലാക്കി. അവരെല്ലാം തികഞ്ഞവരാണ്. എല്ലാം തികഞ്ഞവരായി ഇരുന്നപ്പോൾ അവർക്ക് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായ ചിന്ത, ഞങ്ങൾക്കിനി മറ്റാരുടെയും ഒരു സഹായം വേണ്ട, ഞങ്ങൾ ഭയങ്കര ശക്തിമാന്മാരാണ്, ഞങ്ങൾക്കെല്ലാം തികഞ്ഞവരാണ് എന്നുള്ളൊരു ചിന്താഗതിയിൽ ഉള്ളൊരു ജീവിതമായിരുന്നു ലവോദിക്ക സഭയ്ക്കുള്ളത്. ഇന്ന് നമ്മളിൽ പലരിലും അങ്ങനത്തെ ചിന്തകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാം ദൈവം തന്നിട്ടല്ലാതെ നമ്മുടെ കൈകളിൽ ഒന്നുമില്ല. ബുദ്ധി ആയിക്കോട്ടെ, അറിവുകൾ, കൂടുതൽ അറിവുകൾ ഉള്ളതായിക്കോട്ടെ, നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ, ഈ പ്രസംഗിക്കാൻ കഴിവുണ്ടോ, പാടാൻ കഴിവുണ്ടോ, സുവിശേഷം പറയുവാനുള്ള കഴിവുണ്ട്, എന്തായിരുന്നാലും ഏത് കഴിവുകളാണെങ്കിലും അത് യേശുക്രിസ്തു നമുക്ക് തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മളതിൽ അഹങ്കരിക്കാൻ പാടില്ല. കാരണം ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് നമ്മുടെ ശബ്ദത്തെ അടച്ചു വെക്കാൻ കഴിയും. നമ്മളിൽ പ്രശംസിക്കാൻ പാടില്ല. എന്തെങ്കിലും ഇന്ന് നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ അത് ദൈവം തന്നിട്ടാണ്. അത് ക്രിസ്തുവിനെ അറിഞ്ഞവരായിക്കോട്ടെ അറിയാത്തവരായിക്കോട്ടെ, ജീവനുള്ള ദൈവത്തിന്റെ ദാനമാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്നതൊക്കെ. സ്തോത്രം. അവിടെ യേശു പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പല സഭകളിലും യേശു പറയുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നുണ്ടെന്ന്. പക്ഷെ ഇവിടെ പറയുന്ന പ്രവൃത്തി, ഞാൻ നിന്റെ പ്രവൃത്തി കൃത്യമായിട്ട് അറിയുന്നുണ്ട്, ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കുന്നില്ല, നിന്റെ ആ ഉള്ളിലെ അവസ്ഥ ഞാൻ കൃത്യമായി അറിയുന്നുണ്ട്. യേശു പറയുകയാണ്. ലവോദിക്കക്കാര് ആളുകളുടെ മുമ്പിൽ ശക്തന്മാർ എന്ന പോലെ ആയിരുന്നു. കാരണം അവർ എല്ലാം ഈ ലോകത്തിൽ സകലതും തികഞ്ഞ് ജീവിക്കുന്നവരായിരുന്നെങ്കിലും ആത്മീയമായിട്ട് അവർ ശൂന്യമായിരുന്നു. അവരുടെ ഉള്ള് നിർജീവമായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്നെ നോക്ക്. അപ്പൊ അവരുടെ പ്രവർത്തികളെ കൃത്യമായിട്ട് അറിയുന്ന, നമ്മുടെ പ്രവർത്തികളെ കൃത്യമായിട്ട് അറിയുന്ന ഒരു യേശുവാണ് നമുക്ക് കർത്താവായിട്ടുള്ളത്. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ഉഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ തീ പിടിച്ച വിശ്വാസം,
ആത്മാവിൽ തീ പിടിച്ച വിശ്വാസമുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കും? പ്രാർത്ഥന ഭയങ്കര ശക്തമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കും, വചനത്തിൽ ജീവൻ ഉണ്ടായിരിക്കും, യേശുവിനോടുള്ള ഒരു ഒരു ലവ്, സ്നേഹമുണ്ടായിരിക്കും. ആ സ്നേഹത്തിൽ നമ്മൾ എന്തും ചെയ്യുവാൻ, എവിടെയും പ്രവർത്തിക്കാൻ, എങ്ങനെയും യേശുവിന് വേണ്ടിയിട്ട് സകലത് സഹിക്കുവാൻ, എന്ത് കഷ്ടവും സഹിക്കാൻ നമ്മൾ പവിത്രതയോടും സത്യത്തോടും കൂടി നിലനിൽക്കാൻ നമ്മൾ ഒരുക്കപ്പെടും. അതാണ് ആത്മാവിൽ തീ പിടിച്ച വിശ്വാസം എന്ന് പറയുന്നത്. ഉഷ്ണവാനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അത്രയും സത്യവും പവിത്രവുമായിട്ടുള്ള ഒരു ജീവിതമാണോ നമുക്കുള്ളത്? നമ്മൾ ആത്മാവിൽ തീ പിടിച്ചവരാണ്. എന്നാൽ ശീതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തെക്കുറിച്ചുള്ള നിരാകരണം. കുറച്ച് സത്യം അറിയാം, അങ്ങോട്ടിങ്ങൂടെ കുറച്ചറിയാം, അതിനെ വേണമെങ്കിൽ തള്ളിക്കളയാം, വേണമെങ്കിൽ ഏറ്റെടുക്കാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ, നമ്മുടെ പഴമക്കാര് പറയില്ലേ, കയ്യാലപ്പുറത്തുള്ള തേങ്ങ കണക്ക്, അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. ശീതാവസ്ഥ എല്ലാവർക്കും നമുക്കറിയാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വാതുറന്നൊരു സ്തുതി പറയത്തില്ല, ഞാൻ വാതുറന്നൊരു സ്തോത്രം പറയത്തില്ല, ഞാൻ ഇങ്ങനെയാണ്. ഇപ്പൊ കർത്താവ് അതാണോ ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന്? അവരില് തിളങ്ങുന്നൊരു വിശ്വാസമില്ല. ഒരു മരിച്ചവരാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി മരിച്ചിട്ടുമല്ല, എല്ലാം പൂർണ്ണമല്ല. ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരു പകുതി ശ്രമം, പകുതി വിശ്വാസം, സത്യവും ക്രിസ്തീയ ജീവിതവും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെതായിട്ടുള്ള ജീവിതങ്ങളും ഒക്കെ ആയിട്ട് ഇടകലർന്ന ഒരു ജീവിത ശൈലിയായിരുന്നു. മറ്റു കോംപ്രമൈസുകളിലെല്ലാം അവർ യെസ് പറയുന്നവരായിരുന്നു, പാപത്തിനോടൊക്കെ യെസ് പറയുന്നവരായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യാനിറ്റിയിൽ ജീവിച്ച ഒരു സഭയായിരുന്നു ലവദോക്യ എന്ന് പറയുന്ന സഭ. കർത്താവ് ഇവിടെ വീണ്ടും പറയുന്നത് ശീതമാനോ ഉഷ്ണമാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പൊ അവിടെ ശീതമാനായിട്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഇരുന്ന് തണുത്ത് കഴിഞ്ഞ സഭകളിലൊക്കെ ഉള്ള ദൂതുകളെ നമ്മൾ കണ്ടു. തണുത്ത് ഉള്ള തീ കൂടി കെട്ടുപോകും. അപ്പൊ ശീതമാനായിട്ടിരുന്നാലത്തെ അവസ്ഥ അതാണ്. ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ ശീതവാനാകുക അല്ലെങ്കിൽ ഉഷ്ണവാനാകുക. ഈ ശീതോഷ്ണവാൻ കുറച്ചുനാൾ ശീതവാനായിട്ടിരിക്കും, കുറച്ചുനാൾ ഉഷ്ണവാനായിട്ടിരിക്കും. അങ്ങനെ ഇരുന്നിട്ട് അതിലൊരു കാര്യമില്ല, എങ്ങോട്ട് വേണേലും ചാടി വീഴാം. ഒന്നുകിൽ ശീതവാനാകാം അല്ലെ ഉഷ്ണവാനാകാം. എന്നാൽ പൂർണ്ണമായി നമ്മളൊരു ഒരു ആത്മാവിൽ തീ പിടിച്ച വ്യക്തികളെ പോലെ ആയി തീർന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള വ്യക്തികൾ, ഉഷ്ണവാനായിട്ടോ ശീതവാനായിട്ടോ മാത്രം ഇരിക്കുന്ന വ്യക്തികൾ, ഒരു സമയത്ത് ശീതവാനോ ഒരു സമയത്ത് ഉഷ്ണവാനായിട്ട് മാത്രം ഇരിക്കുന്ന വ്യക്തികൾ, അവർ തിരിച്ചറിയുന്നില്ല അവർ ആ ഒരു അവസ്ഥയിലാണെന്ന് അവർ റോങ് ആയിട്ടുള്ള അവസ്ഥയിലാണെന്ന് അവർ സമ്മതിച്ചു തരുന്നതുമില്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ, ഏതേലും ഒന്നായിരുന്നെങ്കിലും കർത്താവിന് തട്ടി നമ്മളെ അതിനകത്തേക്ക് ഇടാമായിരുന്നു. ആത്മാവിൽ തീ പിടിച്ചവരാകാൻ വേണ്ടിയിട്ടാണ് യേശു അവിടെ ആ ഒരു വചനം നമ്മളോട് ഇടപെടുന്നത്. ലവോദിക്യ സഭയും ലോകവും ഇന്നത്തെ സഭയും ഒക്കെ ഏകദേശം ഒരേപോലൊക്കെ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. ഞാനിത് പറയുമ്പോൾ നമ്മളിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ആളുകളെ നമ്മൾ നോക്കിയാൽ സൺഡേയിൽ ആരാധനയ്ക്ക് വരുന്നുണ്ടോ, പക്ഷെ അവർക്ക് ബൈബിൾ റീഡിങ്ങോ പ്രയറോ അല്ലെങ്കിൽ എന്തിനെങ്കിലും തീഷ്ണമായിട്ടുള്ള ഭാവങ്ങളോ, ഒരു പക്ഷെ പ്രവൃത്തിയിൽ കുറെ തീഷ്ണമായിട്ടുള്ള ഭാവങ്ങൾ കാണുകയും ഉള്ളം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരിക്കും ഉള്ളത്. കാരണം നമ്മൾ എല്ലാത്തിലും ഓക്കെ ആണെന്നുള്ളൊരു ചിന്ത. എന്നാൽ അവിടെ ഡീപ്പായിട്ട് ആഴത്തില് യേശുക്രിസ്തുവിനോടൊരു സ്നേഹമില്ല. ആ ഒരു സ്നേഹമില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ആ ഒരവസ്ഥയിലായിരുന്നു ലവോദിക്യ സഭയും ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നാൽ അതെല്ലാം ക്രിസ്തുവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഉഷ്ണവാനായി തന്നെ, നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് കവിയുന്നവരായി മാറാൻ നമുക്ക് സാധിക്കും. 3:16 വരുമ്പോൾ, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ആ ഒരു ഉമിണ്ണുകളയും മിക്ക ആളുകളും വിശ്വാസികളും ഈ ഒരു വചനത്തെ പൂർണ്ണമായി തെറ്റായി അതിനെ മനസ്സിലാക്കുന്നു. അത് കാരണം പല വിശ്വാസികൾക്കും ആവശ്യമില്ലാതുള്ള ഭയം നേരിടുകയാണ്. പക്ഷേ യേശു ഇവിടെ പറയുന്നത് ശിക്ഷയുടെ വാക്കായിട്ടല്ല,
വളരെ വേദനയോടുകൂടി പറയുകയാണ്, കുഞ്ഞെ നീ ഒന്ന് ഉണർന്നു വരൂ, നിന്റെ ഈ ഒരു അവസ്ഥ അത് എന്നിലേക്ക് വരാനുള്ള ശരിയായ പാതയല്ല. നീ ചെയ്യുന്നത് എനിക്കായുള്ള സ്നേഹം പകുതി, ലോകത്തിന്റെ സ്നേഹം പകുതി. ഈ ഒരു അവസ്ഥ എനിക്ക് സ്വീകരിക്കാനാകില്ല. യേശുവിന്റെ ഹൃദയം ഇങ്ങനെയാണ് പറയുന്നത്, കുഞ്ഞെ നിന്റെ ഹൃദയം പൂർണ്ണമായി എന്നിലേക്ക് തരൂ. നിന്റെ ഈ ഒരു അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഇങ്ങനെ ശീതോഷ്ണവാനായിട്ട് തുടരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്റെ വാ കൊണ്ട് നിന്റെ നാമത്തെ, നിന്റെ പേരിനെ എനിക്ക് ദൈവസന്നിധിയിൽ വിളിച്ചു പറയേണ്ടുന്നതാണ്. നീ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ഈ ഒരു രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് നിന്റെ നാമത്തെ എടുത്ത് വലിയ വായിൽ വിളിച്ചു പറയാൻ പറ്റില്ല. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ എനിക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സങ്കടത്തോടു കൂടി യേശുക്രിസ്തു പറയുകയാണ്, നീ ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് എന്റെ ഹൃദയം വളരെ വേദനിക്കുന്നു. നീ ഒന്ന് തിരികെ വരൂ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചു കളയുന്നു എന്നുള്ള അർത്ഥമല്ല അവിടെ യേശുക്രിസ്തു പറയുന്നത്. ഒന്ന് മടങ്ങി വരൂ, നീ ഒന്ന് ഉഷ്ണവാനായി ആത്മാവിൽ ജ്വലിക്കുന്നവനായി മാറൂ എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. 3:17 ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ. ഇന്ന് നമ്മളിൽ പലരും ഉണ്ട്, ഞാൻ ധനവാനാണ്, എനിക്ക് ഒന്നിനും കുറവില്ല, എല്ലാം ഉണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, സമൂഹത്തിൽ ഉന്നത സ്ഥാനമുണ്ട്, ഞാൻ 4 പേരറിയുന്ന പ്രശസ്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെയുള്ള ചിന്തകളാണെങ്കിൽ എനിക്ക് ഒന്നിനും ഒരു കുറവില്ല. ഇത് ലവോദിക്കയുടെ സ്വയ അഭിപ്രായമായിരുന്നു. നമ്മളിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തുവിലേക്ക് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി കൊടുത്തുകൊള്ളൂ. ലവോദിക്ക നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളും പട്ടുവസ്ത്രങ്ങളും, വിലയേറിയ പട്ടുവസ്ത്രങ്ങളും, ലാഭകരമായിട്ടുള്ള ബിസിനസ്സുകളും, ധാരാളം പണവും ധാരാളം സ്ഥാനങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു. പുറത്തു നിന്ന് നോക്കിയാൽ വളരെ പെർഫെക്റ്റ്. അത് അവരുടെ സ്വന്തം വിലയിരുത്തലാണ്. അവരുടെ മനസ്സിലുള്ള ചിന്ത ഇതാണ്, ഞങ്ങൾ സെറ്റിലായവരാണ്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നാം സ്ട്രോങ് ആണ്, നമുക്ക് എല്ലാം തികച്ചുണ്ട്, അതുകൊണ്ട് തന്നെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് അങ്ങ് ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് സെൽഫ് സഫിഷ്യൻസി ഉള്ള വ്യക്തികളാണ്. അങ്ങനെ നിന്നിരുന്ന ഒരു സഭ, ലവോദിക്ക സഭ, അവരുടെ ചിന്താഗതികൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതാണ് ഇന്നത്തെ ലോകത്തിലെ പല ക്രിസ്ത്യാനികളുടെയും അവസ്ഥ. എല്ലാം ഉണ്ട്, ഞാനെല്ലാം തികഞ്ഞതാണ് എന്നുള്ള ആ തോന്നൽ. ഒടുവിൽ ആഴത്തിലുള്ള ഒരു സത്യം യേശു പറയുകയാണ്, നീ ധനവാനാണെന്ന് കരുതുന്നു, പക്ഷെ നീ ആത്മീയമായി ദരിദ്രനാണ്. ഈ ലോകത്തിൽ ധാരാളം പണമുണ്ടെന്ന് വിചാരിച്ചാലും നീ ഒരു സക്സസിലും എത്തിയിട്ടില്ല. കാരണം നീ ആത്മീയമായിട്ട് നീ ദരിദ്രനാണ്. നീ സ്ട്രോങ് എന്ന് കരുതുന്നു, എന്നാൽ ആത്മീയമായിട്ട് നീ വളരെ ദുർബലനാണ്. നിനക്കൊന്നും കുറവില്ലെന്ന് നീ കരുതുമ്പോൾ ആത്മീയമായിട്ട് നീ പൂർണ്ണമായിട്ട് ശൂന്യമാണ്. നിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അരിഷ്ടനാണ് നീ. പുറത്ത് നല്ല പേരും ബഹളങ്ങളും നമ്മളെ കുറിച്ചുള്ള പുകഴ്ത്തലുകളും പണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെയാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് മനുഷ്യർ ചിന്തിക്കുമ്പോൾ, ലോക മനുഷ്യർ ചിന്തിക്കുമ്പോൾ, ഈ ലോകത്തിൽ ചിന്തിക്കുമ്പോൾ യേശു പറയുന്നതാണ്, നീ ആത്മാവിൽ നേടിയില്ലെങ്കിൽ, ഇതൊക്കെയും നീ ആത്മാവിൽ നേടിയില്ലെങ്കിൽ നീ ദരിദ്രനാണ്. യേശു പറഞ്ഞ ആ ഒരു 5 വാക്കുകൾ നമുക്ക് നോക്കാം. അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ, നിർഭാഗ്യവാൻ. നിർഭാഗ്യവാൻ നോക്കാം, ആത്മാവിൽ ദയനീയാവസ്ഥയിലുള്ളവൻ, ഉള്ളിൽ സമാധാനം തീരെ ഇല്ലാത്തവൻ, ജീവിത ശൂന്യമായി ദൈവ സാന്നിധ്യമില്ലാതെ ഉള്ളിൽ ദുർബലമായിട്ട് ജീവിക്കുന്നവനാണ് നിർഭാഗ്യവാൻ. നമ്മൾ ഇന്ന് ആ അവസ്ഥയാണോ എന്നുള്ളത് നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കൂ. 2ാമത്തെ വാക്ക് അരിഷ്ടൻ, തനിക്ക് തന്നെ വഞ്ചിക്കുന്നവൻ, സ്വയമേ നീതിമാനാക്കിക്കൊണ്ട് എനിക്കെല്ലാം തികഞ്ഞവനാണെന്ന് കരുതിക്കൊണ്ട് സ്വയമായി തന്നെ വഞ്ചിക്കുന്നവൻ. പുറത്തെല്ലാം ശരിയായി തോന്നിയിരുന്നാലും ഉള്ളിൽ ശൂന്യം, കപടമായിട്ടുള്ള ആത്മീയത ഉള്ള വ്യക്തി. പുറമേ കാണിക്കുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുകയും എന്നാൽ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാത്തവർ, എനിക്കൊന്നിനും കുറവില്ലെന്ന് ചിന്തിക്കുന്ന ആ ഒരു സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകുന്ന വ്യക്തികളാണ് ഈ അരിഷ്ടൻ എന്ന് പറയുന്നത്. 3 ദരിദ്രൻ.
ആത്മീയമായി സമ്പത്തില്ലാത്തവൻ, ദൈവത്തോട് യഥാർത്ഥ ബന്ധമില്ലാത്തവൻ, ഗ്രേസും സത്യവുമില്ലാത്ത ജീവിതമുള്ള, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാത്ത വ്യക്തികളെയാണ് ദരിദ്രൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിലാണോ അതോ ഈ ഭൂമിയിലാണോ? ദൈവത്തിന്റെ അഭിഷേകവും കൃപയും നമുക്കൊപ്പം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ദൈവത്തോട് യഥാർത്ഥ ബന്ധമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ആത്മീയമായിട്ടുള്ള സമ്പത്ത് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ദരിദ്രരാണ്. നാലാമത്തെ, കുരുടൻ. തന്റെ ആത്മീയ അവസ്ഥ തിരിച്ചറിയാതെ കാണാതിരിക്കുന്നവൻ, അവനാണ് കുരുടൻ. അവന് തെറ്റുകളെ തിരിച്ചറിയാനുള്ള ശേഷിയില്ല. പാപത്തിൽ ജീവിച്ചാലും അത് റോങ് ആണെന്ന് തന്റെ കണ്ണുകളാൽ, തന്റെ ഹൃദയത്താൽ മനസ്സിലാക്കാൻ പറ്റാത്ത വ്യക്തി, അവനാണ് കുരുടൻ. അപ്പൊ ദൈവം എന്ത് കാര്യമായിട്ട്, യേശു എന്ത് കാര്യമായിട്ട് നമുക്കത് പറഞ്ഞു തരുന്നു. അടുത്തത്, നഗ്നൻ. യേശുവിന്റെ നീതിയുടെ വസ്ത്രങ്ങളില്ല. ദൈവത്തിന്റെ മുമ്പിൽ സകലതും നഗ്നതും മലർന്നുമായിട്ട് ദൈവം കാണുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ നീതിയോടുകൂടി നിൽക്കാൻ പറ്റുന്ന ആ ഒരു വസ്ത്രമില്ലാതെ, നീതിയുടെ വസ്ത്രം ഉടുക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ, ദൈവത്തിന്റെ ജഡ്ജ്മെന്റിൽ നിലകൊള്ളാൻ കഴിയാത്തൊരവസ്ഥ, അതാണ് നഗ്നത കാണിക്കുന്നത്. ഈ ഒരു അവസ്ഥകളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ, ഇങ്ങനത്തെ അവസ്ഥകൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലവോദിക്ക സഭയ്ക്ക് മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു അത് പറയുന്നത്. നമ്മൾ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാനുള്ളൊരു അവകാശം ദൈവം, പുത്രത്വത്തിന്റെ അവകാശത്തെ ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി ചെല്ലുക. ശീതവാനും ഉഷ്ണവാനുമായിട്ടിരിക്കാനല്ല, നമ്മൾ ഉഷ്ണവാനായിട്ട് അങ്ങേയറ്റ ആത്മീയ തീയില് കത്തി ജ്വലിച്ച് നിന്നുകൊണ്ട് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇന്ന് നിയമിച്ചാക്കിയിരിക്കുന്നത്. ആ ഒരു അധികാരം എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ദൈവം നമ്മളെ എന്തിനിവിടെ ആക്കിയിരിക്കുന്നു എന്നുള്ള അധികാരം, നമ്മളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഈ അരിഷ്ടാവസ്ഥകളൊക്കെ മാറിയിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊള്ളൂ. 3:18 നീ സമ്പന്നനാകേണ്ടുന്നതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടുന്നതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം നമ്മളോട് ബുദ്ധി പറയുകയാണ്. നമ്മളെ തള്ളിക്കളയുകയല്ല, വായിന്ന് ഉമിണ്ണ് കളയുക എന്ന് പറഞ്ഞ ആ വാക്ക് നമ്മളെ ദൈവം എടുത്ത് കളയുകയല്ല. ദൈവം നമ്മളോട് പറയുന്നത് നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. കുഞ്ഞെ, നീ ഇപ്പോൾ ഇരിക്കുന്നത് തെറ്റിന്റെ പാതയിലാണ്. ആ തെറ്റിന്റെ പാതയിൽ നിന്ന് നീ മാറി വരിക, നീ എന്നിലേക്ക് അടുത്ത് വരിക. അവിടെ നിന്ന് നമുക്ക് വാക്കുകളെ എടുത്തൊന്ന് നോക്കാം. തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, അതായത് ശുദ്ധമായ വിശ്വാസം. നീ സമ്പന്നനാകേണ്ടുന്നതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. കാരണം നിന്റെ വിശ്വാസത്തെ ശോധന ചെയ്ത് നിന്നെ തീയിൽ ഊതിക്കഴിച്ച പൊന്നുപോലെ ഞാൻ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, എന്തൊക്കെ തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകൾ വന്നാലും അതിലൊന്നിലും വീഴാതെ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്ന ആ ഒരു വിശ്വാസത്തെയാണ് ഊതിക്കഴിച്ച പൊന്നുപോലെ നമ്മളാകുന്നത്. അത് നമ്മൾ വാങ്ങണം, മൂല്യം കൊടുത്ത് നേടണം. ചുമ്മാതൊന്നും കിട്ടത്തില്ല. എന്ത് കാര്യമാണ് ചുമ്മാ കിട്ടുന്നത്? യേശു ക്രിസ്തു രക്ഷ സൗജന്യമായിട്ടാണ് തരുന്നത്. എന്നാൽ അവിടെ നമ്മൾ വീണ്ടും ശുദ്ധീകരിക്കപ്പെട്ടു വരുവാൻ അതിന് വില കൊടുക്കണം. ദൈവത്തെ ഒന്ന് ആശ്രയിച്ച് സ്വയം കീഴടങ്ങി നല്ലൊരു തീരുമാനത്തിൽ പശ്ചാത്താപത്തോടു കൂടി ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നതാണ് ആ ഒരു വാങ്ങുക എന്ന് പറയുന്നത്. നമ്മുടെ വില കൊടുക്കുക, മൂല്യം കൊടുക്കുക എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ മൂല്യങ്ങള്? ദൈവത്തിലേക്ക് സറണ്ടർ ആകുക, അത് പശ്ചാത്താപത്തോടു കൂടി സറണ്ടർ ആകുക. ആ മൂല്യം നമ്മൾ കൊടുത്താലാണ് നമുക്ക് ഊതിക്കഴിച്ച പൊന്നുപോലെ പൊന്ന് നമുക്ക് കിട്ടുന്നത്. കണ്ണിന് ലേപം എഴുതുവാൻ, അതൊരു ആത്മീയ കാഴ്ച തുറക്കാൻ വേണ്ടിയിട്ട് കണ്ണിന് ലേപം എഴുതുവാൻ. ആ ലവോദിക്കയില് മെഡിക്കൽ സ്കൂളുകളിൽ ഐ ഓയിൽമെന്റ് കൊണ്ടായിരുന്നു പ്രശസ്തം. പക്ഷെ അവിടെ അത് പ്രശസ്തമായിരിക്കുമ്പോൾ അവരവിടെ കുരുടന്മാരാണ്. നിന്റെ ഉള്ളിലെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട് നീ എന്നിൽ നിന്ന് ഓയിൽമെന്റ് വാങ്ങൂ. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കണ്ണ്, വചനജ്ഞാനത്തിനായിട്ടുള്ള കണ്ണ്,
വഞ്ചന തിരിച്ചറിയാനും പാപങ്ങളെ തിരിച്ചറിയാനും സകലതും വിവേചിച്ചറിയാനുള്ള ആ ഒരു ഓയിൽമെന്റ്, ഹോളി സ്പിരിറ്റിന്റെ ഒരു ഇല്യൂമിനേഷൻ, ആ ഒരു പ്രകാശം. അവരുടെ പ്രശ്നം ഒരു ബ്ലൈൻഡ്നെസ് ആയിരുന്നു, അവർക്ക് കാഴ്ചയിലാണ്, കുരുടരായിരുന്നു. യേശു അതിനുള്ള മരുന്ന് നൽകിയാണ്. ഏറ്റവും നല്ല വൈദ്യൻ നമ്മുടെ യേശു അല്ലേ? നീ എന്നിൽ നിന്നും വാങ്ങുക, ഇതൊരു മർമ്മമാണ്. ലവോദിക്ക സഭയോട് യേശു പറയുന്നു, നിന്റെ ചിന്തകൾ തെറ്റാണ്. നീ എത്ര സമർത്ഥനായിരുന്നാലും ഞാൻ നിന്നിലില്ലെങ്കിൽ നീ ശൂന്യമാണ്, ഇതെല്ലാം വൃഥാവാണ്. നിന്റെ ചിന്തകൾ തെറ്റാണ്. നിനക്ക് തനിയെ എന്തൊക്കെ നേടാമെന്നുള്ള നിന്റെ ചിന്തകൾ വളരെ തെറ്റാണ്. ഞാൻ നിന്റെ കൂടെ ഇല്ലെങ്കിൽ നിനക്കൊന്നും സാധിക്കില്ല. നിനക്കൊരല്പ വിജയമൊക്കെ കാണുമായിരിക്കാം, പക്ഷെ അത് പൂർണ്ണതയിലെത്തില്ല. എന്നിൽ മാത്രമേ സമ്പത്തും കാഴ്ചയും പവിത്രതയും ശക്തിയും എല്ലാം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ എന്നിൽ നിന്നും വിലയ്ക്ക് വാങ്ങൂ, നീ അത് മൂല്യം കൊടുത്തു വാങ്ങൂ. 3:19 എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക, മാനസാന്തരപ്പെടുക. ദൈവമേ, സ്തോത്രം സ്തോത്രം. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും, നിന്റെ മേൽ പറയുന്ന ഏതൊരു കഠിനവാക്കും നിന്നെ ഞാൻ തള്ളിക്കളയാനല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിന്നെ ഉപദേശിച്ച് നിന്നെ നല്ല വഴിയിൽ നടത്തുന്നത്. കുഞ്ഞെ, നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. നിന്റെ ഈ ആത്മീയ മന്ദത, ആ കുരുട് എല്ലാം മാറ്റി വെച്ചിട്ട് നീ എന്നിലേക്ക് മടങ്ങി വാ. യേശു ശാസിക്കുകയാണ്. ഓണർഷിപ്പ് ഉണ്ട് യേശുവിനെ ശാസിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു കെയർ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നമ്മളെ ഒരിക്കലും പുറകിലേക്ക് തള്ളിക്കളയാത്തൊരു സ്നേഹം, നമ്മളെ ആലിംഗനം ചെയ്തുകൊണ്ട് യേശു പറയുകയാണ്. നമ്മളെ തള്ളിക്കളയാതെ യേശു പറയുകയാണ്, കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നതും ശാസിക്കുന്നതും. നമ്മളെ തിരുത്തി തെറ്റിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ഹൃദയം സുതാര്യമാക്കി ദോഷങ്ങളെയൊക്കെയും നീക്കം ചെയ്ത് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഒരു പിതാവിന്റെ പരിശീലനമാണ് ഡിസിപ്ലിൻ ഫോർ ഗ്രോത്ത്. ദൈവം നമ്മളെ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. നമുക്ക് തരുന്ന ശിക്ഷ നാശത്തിന് വേണ്ടിയിട്ടല്ല, പക്ഷേ രക്ഷിക്കാനുള്ള സ്നേഹത്തോടുകൂടിയുള്ള കറക്ഷനാണ് നമ്മളെ ചെയ്യുന്നത്. നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു തന്ന് നമ്മളെ തിരുത്തി നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു കർത്താവാണ് യേശു ക്രിസ്തു. അത് ഭയത്തോടുകൂടി ഓടിപ്പോവാനല്ല യേശു ഇവിടെ നമ്മളെ ഇത് ഉപദേശിക്കുന്നത്. നമ്മൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ദൈവമക്കളെ, ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾക്കുണ്ടെങ്കിൽ അതൊക്കെ മാറി വരിക. നീ ജാഗ്രതയുള്ളവനായിരിക്കാം. ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ ഉണർന്നിരിക്കുക, വഞ്ചനയെ തിരിച്ചറിയുക, ശീതോഷ്ണവാൻ എന്ന അവസ്ഥ വിട്ടുകളയുക, ആത്മീയ എരിച്ചിൽ നീ തിരിച്ചു പിടിക്കുക, പരിശുദ്ധാത്മാവിന്റെ സംയമനത്തോടുകൂടി തീഷ്ണതയോടുകൂടി നിന്ന് നീ എന്റെ വേല ചെയ്യുക, എന്നിൽ നീ ജീവിക്കുക. അങ്ങനെ ജാഗ്രതയുള്ളവനായി ഇരുന്നെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ ചേർത്ത് കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. നീ തെറ്റിപ്പോവാൻ ഇടയാകരുത്. നിന്നെ ഞാൻ ശിക്ഷകൾ തന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ്. 3:20 പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. കുഞ്ഞെ, ഞാൻ നിന്റെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. യേശു നമ്മുടെ ഹൃദയവാതിലിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തള്ളുകയോ ഇടിക്കുകയോ നമ്മളെ പുഷ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. സ്നേഹത്തോടുകൂടി, സങ്കടത്തോടുകൂടി, കരഞ്ഞുകൊണ്ട് പോലും മാന്യതയോടുകൂടി, ക്ഷമയോടുകൂടി യേശു പുറത്തു നിൽക്കുകയാണ്. അവിടെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞെ, ഈ കഠിനപ്പെട്ടിരിക്കുന്ന നിന്റെ ഹൃദയത്തെ ഒന്നു നീ തുറന്നു കൊടുക്കൂ. വാതിൽക്കൽ നിന്ന് യേശു മുട്ടുകയാണ്. ഓരോ തെറ്റിലേക്കും പോകുമ്പോൾ, ഓരോ നീതികേടും പ്രവർത്തിക്കുമ്പോൾ, ഓരോ പ്രാവശ്യം യേശു വന്ന് ആ ഒരു ഹൃദയവാതിലിൽ നിന്ന് മുട്ടുന്നു. യേശു അഭ്യർത്ഥിക്കുകയാണ്, എന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ നീ ഹൃദയം ഒന്ന് തുറക്കൂ. ഇന്റിമസിയോടുകൂടി ഒരു ഇൻവിറ്റേഷൻ ആണത്. യേശു അവിടെ വാതിലിൽ നിന്ന് മുട്ടുകയാണ്. എന്റെ ശബ്ദം കേട്ടാൽ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞാൽ, ആ ശബ്ദം കേൾക്കുന്നെന്ന് പറയുന്നത് അതാണ്. ദൈവത്തിന്റെ ശബ്ദത്തെ നമ്മൾ തിരിച്ചറിയണം. ദൈവം ഒരിക്കലും നിർബന്ധം പിടിച്ച് യേശുവിന്റെ അടുക്കലേക്ക് സ്വീകരിക്കുന്ന ഒരു ദൈവമല്ല യേശു. യേശു തന്റെ സ്നേഹത്തിലേക്ക് കുഞ്ഞെ നിന്നെയും എന്നെയും ഒക്കെ ക്ഷണിക്കുകയാണ്. ഇന്ന് യേശുവിനെ അറിയാത്ത വ്യക്തികളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട്. ആ യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ്.
യേശുവിൻ്റെ ഇനി മുന്നോട്ടുള്ള ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ നിങ്ങൾ രണ്ടാം മരണത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ആ വാതിലൊന്ന് തുറന്നു കൊടുക്കുമോ? അങ്ങനെ തുറന്നു കൊടുത്താൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന്, യേശു നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കയറും. യേശു ജീവിതത്തിനകത്തേക്ക് വരുമ്പോൾ അവിടെ ഇന്നുവരെ ഇല്ലാത്തൊരു സമാധാനവും ഹൃദയശാന്തിയും സ്നേഹവും ദേഹത്തിനെയും മനസ്സിന്റെയും ഒക്കെ ഒരു ആത്മാവിന്റെ പുതുക്കലും, നമ്മുടെ ജീവിതത്തിനകത്തുള്ള ഇരുട്ടുകൾ വഴിമാറിപ്പോയിക്കൊണ്ട് നല്ലൊരു സാക്ഷ്യമുണ്ടാക്കി നല്ലൊരു സൗഖ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഇന്ന് യേശു കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് പല ദുരവസ്ഥകളും ഉണ്ടാകുന്നത്, പ്രത്യാശയില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്നത്. എന്നാൽ അവിടെ ക്രിസ്തുവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ചാൽ, യേശു ജീവിതത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ പരിപൂർണ ശാന്തമായിരിക്കുമല്ല. അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ യേശു വാതിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അത്താഴം കഴിക്കൽ എന്ന് പറയുന്നത് ഒരുമയാണ്, ഒരു ഹൃദയബന്ധമാണ്, സ്നേഹത്തിന്റെ ഒരു ഫെലോഷിപ്പാണ്. യേശുവും നമ്മളും തമ്മിലുള്ളൊരു പ്രൈവറ്റ് റിലേഷൻഷിപ്പ്. നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾ എവിടെ പോയിരുന്നാലും യേശു നമുക്കൊപ്പം ഉണ്ടാകുമെന്നാണ് അതിനർത്ഥം. ദൈവം നമ്മളോട് കെഞ്ചി ചോദിക്കുകയാണ്, കുഞ്ഞെ ആ ഹൃദയവാതിലൊന്ന് തുറന്നു തരൂ, ഞാൻ നിനക്കൊപ്പം വസിക്കട്ടെ, നിനക്കൊപ്പം ഞാൻ ജീവിതം പങ്കിടട്ടെ. ഇത് ചോദിക്കുന്നത് ദൈവമാണ്. നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കൂ. 3:21 ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചു എന്റെ പിതാവോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ജയിക്കുന്നവൻ നമ്മളെല്ലാത്തിലും കണ്ടുകൊണ്ട് വരികയാണ്. ജയിക്കുന്നവൻ യേശുവിലേക്ക് ഹൃദയം കൊടുത്തുകൊണ്ട്, യേശുവിൽ നിന്നുകൊണ്ട്, പാപത്തിൽ കോംപ്രമൈസ് ചെയ്യാതെ, വിശ്വാസത്തിൽ തളർന്നു പോകാതെ, ഒരു കാര്യത്തിനും കോംപ്രമൈസ് ഇല്ലാതെ യേശുവാണ് എനിക്ക് സകലത്തിലും ഏറ്റവും വലുതെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിച്ച് കാണിച്ചുകൊണ്ട് നിന്ന് കഴിയുന്നവനാണ് ജയിക്കുന്നവൻ. എന്തൊക്കെ വന്നാലും തളരാൻ പാടില്ല. അവിടെ ജയിക്കുന്നത് യുദ്ധം ചെയ്ത് ജയിക്കുന്ന ഒരു കാര്യമല്ല, മരണത്തോളമുള്ള പീഡനമല്ല. പക്ഷേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമ്മളെ യേശുവിനെ വിട്ടുകളയാതെ മുറുകെ പിടിക്കുക. അവിടെയാണ് നമ്മുടെ ജയം നിൽക്കുന്നത്. അങ്ങനെ ജയിക്കുന്നവന് എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ക്രിസ്തുവിനോടൊപ്പം രാജ്യം നടത്തുക, ദൈവത്തിന്റെ ഭരണത്തിൽ പങ്കാളിയാകുക, സ്വർഗത്തിന്റെ അതോറിറ്റി ലഭിക്കുക, യേശുവിന്റെ രാജ്യത്വത്തിൽ പങ്കാളിയാകുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അതിലാണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ല. ദൈവമക്കളെ, യേശുക്രിസ്തുവിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. ക്രിസ്തുവിനോടൊപ്പം രാജ്യം നടത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോ വ്യക്തികളെയും വിളിക്കപ്പെട്ടിട്ടുള്ളത്. യേശു വീണ്ടും പറയുകയാണ്, ഞാനും ജയിച്ചു. യേശുവിന്റെ ജയം എന്തൊക്കെയായിരുന്നു? പാപത്തെയും മരണത്തെയും നരകത്തെയും ശത്രുവിനെയും ലോകത്തെയും ക്രൂശിനെയും ഒക്കെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. പിതാവിന്റെ വലങ്കയിൽ വലതുഭാഗത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നീയും എനിക്കൊപ്പം സെയിം വിക്ടറി ഷെയർ ചെയ്യാൻ പറ്റും. നീ ഒരു ഓർഡിനറി ബിലീവർ അല്ല, നീ രാജാവിന്റെ സൈഡ് സീറ്റിൽ ഇരിക്കാനുള്ള വ്യക്തിയാണ്. ആയതിനാൽ നീ മാനസാന്തരപ്പെട്ട് നിന്നിലുള്ള കുറവുകളെ ഒക്കെയും നീ മാറ്റി, നീ എന്നിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി, മൂല്യം കൊടുത്ത് നീ അതിനെ വാങ്ങി, ഊതിക്കഴിച്ച പൊന്നുപോലെ നീ അതിനെ വിലയ്ക്ക് വാങ്ങിയെടുക്കുക. അതിന് കുറച്ച് കംഫർട്ട് സോണുകൾ നമ്മൾ ഭേദിക്കേണ്ടതുണ്ട്. നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടുന്നതുണ്ട്. കുറെ കഷ്ടങ്ങൾ നമ്മൾ സഹിക്കേണ്ടുന്നതുണ്ട്. ഇതൊക്കെ സഹിച്ച് നമ്മൾ നിന്നാൽ യേശു ജയിച്ചതുപോലെ നമുക്കും അവിടെ ചില കാര്യങ്ങൾ ദൈവം തരും. എൻ്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ എന്റെ സ്ഥാനം എങ്ങനെയാണോ അതേപോലെ എൻ്റെ മക്കൾക്കും എൻ്റെ സഹോദരന്മാർക്കും ഞാൻ ഷെയർ ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ സ്വർഗത്തിൽ ദാസരായിട്ടല്ല, അടിമകളായിട്ടല്ല, പുറത്തുനിന്നും നോക്കി ബാക്കിൽ നിൽക്കുന്നവരായിട്ടല്ല, ഒരു ഓർഡിനറി മെമ്പർ ആയിട്ടല്ല, കൂടെ യേശുവിനെ എങ്ങനെയാണോ ഒരു സിംഹാസനം കിട്ടിയത്, അവിടെ യേശു എങ്ങനെയാണോ പിതാവിനെ അനുസരിച്ച് നിന്നത്, എങ്ങനെയാണോ ജയം കൊണ്ടത്, അതേപോലെ നമ്മൾ ജയിക്കണം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ നമ്മുടെ ചെവികളെ നമ്മൾ മന്ദമാക്കി വെക്കാതെ, കണ്ണുകളെ കുരുടാക്കി വെക്കാതെ, ദൈവത്തിന്റെ വചനങ്ങളെ
ആത്മാവ് പറയുന്നത് ആ വചനങ്ങളെ നമ്മൾ ഹൃദയം തുറന്ന് സ്വീകരിക്കുക. ആത്മാവ് നമ്മളെ ഇവിടെ ശാസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും തെറ്റുകൾ തുറന്നു കാണിക്കുകയും പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയും വഴികാട്ടുകയും ഉണർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് പരിപൂർണമാക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് ദൈവത്തിന്റെ വാക്കാണ്. ആ ദൈവത്തിന്റെ ഒരു ഉപദേശമാണ്, ഒരു മുന്നറിയിപ്പാണ്. ഇപ്പോൾ തന്നെ ഉണർന്നുകൊള്ളുക, ഉണർന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുക. ലവോദിക്ക സഭയിലുള്ള കുറവുകളെ നമ്മൾ മനസ്സിലാക്കി, ഇതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മൾ അതിനെയൊക്കെയും മാറ്റി, ആ കുറവുകളെ മാറ്റി നമ്മൾ ഒന്നുമില്ല ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കുക. നമുക്ക് എന്ത് കാര്യങ്ങൾ, ശ്വാസം മുതൽ ഇങ്ങോട്ട് തുടങ്ങി സംസാരിക്കാനുള്ള കഴിവുകൾ മുതൽ നമ്മുടെ ഈ ഒരു ശരീരം മുതൽ എല്ലാം തന്നേക്കുന്നത് ദൈവമാണ്. ദൈവം തന്നിട്ടല്ലാതെ നമ്മുടെ കൈകളിൽ ഒന്നുമില്ല. അതൊന്ന് ദൈവത്തിന്റെ മുമ്പിൽ സറണ്ടറായി കൊടുക്കൂ. നമുക്കായിട്ടൊന്നുമില്ല. ദൈവം എനിക്ക് തരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും നിലനിൽക്കുന്നത്. നന്ദിയുള്ളവരായിരിപ്പിൻ, ദൈവത്തോട് സ്നേഹമുള്ളവരായിരിപ്പിൻ. പൂർണ്ണമായിട്ട് ശീതവാനോ ഉഷ്ണവാനോ ആകാതെ ദൈവത്തിൽ ആത്മീയമായിട്ട് ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തികളായി തീരുവിൻ. സർവേശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതോടുകൂടി നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. സ്തോത്രം. അപ്പൊ ഈ ഒരു 3 ചാപ്റ്ററിലൂടെ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പോസ്റ്റ് ഷെയർ ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒക്കെ നിങ്ങൾ സഹകരിക്കുന്നതിനായി നിങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. സ്തോത്രം.